112 സങ്കീർത്തനം 7 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ദുർവർത്തമാനം ഭയപ്പെടരുത്. കഴിഞ്ഞ മാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഈ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കുടുംബാംഗങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവരെ തിരിച്ചറിയുവാൻ DNA പരിശോധനയ്ക്കായി അവർ കാത്തിരിക്കേണ്ടി വന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു അപകടം കൊണ്ട് നിരവധി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് തകർന്നുടഞ്ഞത്. നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്കാർക്കും പ്രവചിക്കുവാൻ കഴിയുകയില്ല. ഒരു സംഭവം നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചേക്കാം. ഈ സമയത്ത് നമ്മുടെ വാക്കുകൾ കൊണ്ട് ദുഃഖം പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതിലും അധികമാണ്. ഈ സമയം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളുമെല്ലാം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊപ്പമാണ്. നമ്മുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ബൈബിളിൽ നീതിമാനും ദൈവഭക്തനുമായ യോബ് കഠിനമായ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചതായി നാം വായിക്കുന്നു. യോബിന് തൻ്റെ എല്ലാ സ്വത്തും നഷ്ടപ്പെട്ടു. തൻ്റെ മക്കളെ തനിക്ക് നഷ്ടപ്പെട്ടു. താൻ വലിയ ശാരീരിക വേദനയിലൂടെ കടന്നുപോയി. സങ്കീർത്തനം 112 വാക്യം ഇങ്ങനെയാണ് നാം കേട്ടത്: ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു. ദുർവാർത്തയിൽ സത്യമില്ല എന്നീ വാക്യം പറയുന്നില്ല. എന്നാൽ ദുർവാർത്ത കേൾക്കുമ്പോൾ ഭയമില്ല എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ സാധിക്കും? നമ്മൾ മനുഷ്യരാണ്, നമുക്ക് വികാരങ്ങളുണ്ട്. ദുഃഖങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നു. ഒരു മനുഷ്യവാക്കുകൾക്കും നമ്മെ ഒരിക്കലും ആശ്വസിപ്പിക്കാനും കഴിയുകയില്ല. വേദനകൾ യാഥാർത്ഥ്യമാണ്, കണ്ണുനീർ യാഥാർത്ഥ്യമാണ്, വേർപിരിയൽ യാഥാർത്ഥ്യമാണ്. ഈ ദുർവാർത്തകളൊക്കെ നമ്മെ ശാരീരികവുമായും മാനസികമായിട്ടൊക്കെ ബാധിക്കും. ദുർവർത്തമാനം ഭയപ്പെടുത്തുന്നില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിൻ്റെ ഇടയിലും അവന്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകും? ആരാണ് ദുർവർത്തമാനം ഭയപ്പെടാത്തത്? സങ്കീർത്തനക്കാരൻ 3 കാര്യങ്ങളാണ് നമ്മോട് പറയുന്നത്. ഒന്നാമതായി, ദുർവാർത്തകളെ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഉറച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ നാം ഒന്നാമതായി കാണുന്നത് കർത്താവിൽ ആശ്രയിക്കുക. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയുക. ദൈവത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ യാതൊന്നിനും കഴിയുകയില്ല എന്ന് തനിക്കറിയാമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ്. ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നതിൻ്റെ രണ്ടാമത്തെ കാര്യം, കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാനാണ് എന്നാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ മാത്രമല്ല, കർത്താവിനെ ഭയപ്പെടുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ എല്ലാ വഴികളിലും ദൈവഹിതപ്രകാരമാണ് താൻ നടക്കുന്നത്. ദൈവത്തോടുള്ള ഭക്തിക്കാണ് താൻ എപ്പോഴും മുൻഗണന നൽകുന്നത്. അവൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നത് ദൈവമാണ്. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. നാളെ നമുക്കെന്തു സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദുർവർത്തമാനം കേൾക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ എനിക്കും താങ്കൾക്കും കഴിയും. കാരണം നമ്മുടെ ആശ്രയം യഹോവയിലാണ്. നമ്മുടെ ജീവിതത്തിൽ ദോഷമായിട്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നന്മ എന്തെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും കർത്താവിലാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമുക്ക് യഹോവയെ ഭയപ്പെടാം, നമുക്ക് കർത്താവിനെ ബഹുമാനിക്കാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവഹിതപ്രകാരം നടക്കാം.
ഇവിടെ താൻ പറയുന്ന മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഹൃദയം ഉറച്ചു നിൽക്കും. കർത്താവിൽ ആശ്രയിക്കുന്നതിൽ മാത്രമല്ല, അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന്. നമ്മുടെ രാജ്യത്തുണ്ടായ വിമാന അപകടം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ നാം കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ അപകടങ്ങളും വേദനകളുമൊക്കെ നിറഞ്ഞതാകാം. നമ്മുടെ നിയന്ത്രണത്തിനതീതമായ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ താങ്കൾക്കും എനിക്കും കർത്താവിൽ ആശ്രയിച്ച് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ സന്തോഷിക്കുവാൻ കഴിയട്ടെ. നമുക്ക് എല്ലായ്പ്പോഴും കർത്താവിനെ അനുസരിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യാം. കാരണം അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ദൈവം സർവശക്തനാണ്. അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. കർത്താവിനോട് കൂടെ നടക്കുവാൻ, കർത്താവിൽ വിശ്വസിക്കുവാൻ, കർത്താവിനെ ഭയപ്പെടുവാൻ, അവൻ്റെ കൽപ്പനകളിൽ ആനന്ദിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.